ഹലോ, വെൽക്കം ടു ടാങ്കിൾസ് ആൻഡ് ടൈൽസ്. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. അപ്പം തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണേ. കുറച്ച് സമയം എന്നോടൊപ്പം ഈ യാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഈ ചിത്രത്തിന് പിന്നിലെ എൻ്റെ കഥയും നിങ്ങൾക്കറിയാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ആർട്ടിൻ്റെ കഥ മാത്രമല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ യാത്രയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരാളായിരുന്നു. ആളുകളോട് സംസാരിക്കാനും പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാനും എൻ്റെ അഭിപ്രായം തുറന്നു പറയാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മതിയായവളല്ല, ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു മനസ്സിൽ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും ഞാൻ വലിയൊരു പോരാട്ടം നടത്തണമായിരുന്നു പേടിയുമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. എൻ്റെ ചിന്തകളെ മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ എനിക്ക് പുസ്തകങ്ങൾ ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഞാൻ സെൻറ്റാങ്കിൾ ആർട്ട് കണ്ടെത്തിയത്. ആദ്യം വെറുതെ സമയം പോകാൻ വേണ്ടിയുള്ളൊരു ആർട്ടായിരുന്നു. പിന്നെ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തുടങ്ങി. വരയ്ക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് ചിന്തകളിൽ നിന്ന് ചെറിയൊരാശ്വാസം കിട്ടുന്നത് പോലെ. അതിനുശേഷമാണ് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചത്. ആ തീരുമാനം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് അത് തന്നെയായിരിക്കും. തെറാപ്പി എന്നെ തന്നെ മനസ്സിലാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഭയങ്ങളെ തിരിച്ചറിയാനും അവയെ പതിയെ നേരിടാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ എൻ്റെ ഭർത്താവും എൻ്റെ ഫാമിലിയും എനിക്ക് വളരെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമില്ലാതിരുന്ന സമയത്ത് പോലും അവർ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അതേസമയം എൻ്റെ സഹോദരിയാണ് എന്നെ ടാങ്കിൾസ് ആൻഡ് ടൈൽസ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. അത് ഞാൻ എൻ്റെ ആർട്ടിൻ്റെ ഫോട്ടോകൾ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഒരു ദിവസം ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ ഞാൻ പുതിയ പേജ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്, ഇനി വരയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. അപ്പം അതെനിക്ക് കുറച്ചും കൂടി ആത്മവിശ്വാസം നൽകുമെന്നും ഞാൻ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവുമെന്നും. ആ വാക്ക് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് പേടി തോന്നി. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, ആളുകൾ എന്ത് വിചാരിക്കും? അപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് മോട്ടിവേഷൻ തന്നു, സപ്പോർട്ട് തന്നു. അപ്പോൾ എനിക്കും തോന്നി ഇനിയും പേടിച്ചിട്ട് പിന്നോട്ട് പോയിട്ട് കാര്യമില്ല, ശ്രമിക്കാതെ ഒരിക്കലും ഒന്നും മാറില്ല എന്നത് ഞാൻ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇന്ന് ആ ചെറിയ ചുവടാണ് എന്നെ ഈ യൂട്യൂബ് ചാനൽ വരെ എത്തിച്ചേക്കുന്നത്. ഈ ചാനൽ സെൻറ്റാങ്കിൾ ആർട്ട് മാത്രമായുള്ള ഒരിടമല്ല. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും എനിക്ക് ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ കഥ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഞാനും ഒരു ചുവട് വയ്ക്കാം എന്ന് തോന്നിയാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ യാത്രയിൽ ഞാനിപ്പോഴും പഠിക്കുകയാണ്, ഞാനിപ്പോഴും വളരുകയാണ്, ഞാനിപ്പോഴും എൻ്റെ ഭയങ്ങളെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇനി ഞാൻ പേടിച്ച് എൻ്റെ സ്വപ്നങ്ങളെ മാറ്റിവെക്കില്ല. എൻ്റെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയാനും ടാങ്കിൾസ് ആൻഡ് ടൈൽസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ചെയ്യൂ, വരയ്ക്കൂ, വായിക്കൂ, സ്വയം വിശ്വസിക്കൂ. താങ്ക്